ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ മധുസൂദനൻ, കണ്ണൂർ ജില്ലയിലെ പടുവിലായി സ്വദേശിയാണ്. ലോകം മുഴുവൻ സഞ്ചരിക്കണമെന്നും ആ കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. എത്ര കഷ്ടപ്പാടുണ്ടായാലും ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഭാര്യ ബബിത, മകൻ ശ്യാം കൃഷ്ണ എന്നിവരാണുള്ളത്. ബബിത ഹോം മേക്കറാണ്. ശ്യാം കൃഷ്ണ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിൽ 3ാം വർഷ BCA വിദ്യാർത്ഥിയാണ്. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, കൂടാതെ ഒരു യാത്രാ സംഘാടകൻ കൂടിയാണ്. ഏറെക്കാലത്തെ എൻ്റെ സ്വപ്നമാണ് ഒരു യാത്രാ വ്ളോഗ് ചെയ്യുക എന്നത്. ഞാൻ ചെയ്ത യാത്രകളെ കൂട്ടിച്ചേർത്ത് എൻ്റെ 1ാമത്തെ യാത്രാ വീഡിയോ അവതരിപ്പിക്കുകയാണ്. എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. യാത്രയും സ്വപ്നവും ഒരുപോലെയാണ്. രണ്ടും വർണ്ണങ്ങളുടെ നിറച്ചാർത്തുമായാണ് നമ്മിലേക്ക് കടന്നു വരിക. ഒരപ്പൂപ്പൻ താടിയുടെ ലാഘവത്തോടെ നൂലുപൊട്ടിയ പട്ടം കണക്ക് അങ്ങനെ പാറി നടക്കാം. ബ്ലാക്ക്മാൻ നല്ല ഉറക്കത്തിലാണ്. ഇനിയിപ്പോൾ റോക്കി എന്നാ ചെയ്യുന്നത് നോക്കാം. മയക്കത്തിലോ വിശ്രമത്തിലോ ആണ് റോക്കിത. ഈ കൂടിൻ്റെ ഒരു ഇങ്ങേയറ്റത്ത് ഇങ്ങനെ വളഞ്ഞുകൂടി കിടപ്പുണ്ട്. മഴയുള്ളത് കൊണ്ട് സുഖമാണല്ലോ. ഇന്ന് ഉറക്കമോ കണ്ണടച്ച് ഉറക്കം നടിച്ച് കിടക്കലോ ഒക്കെ ആയിരിക്കാം. റോക്കി 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 വാ റോക്കി, വിളിച്ചിട്ട് വരാനൊക്കെ റോക്കി. ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് തലമുകളിലേക്ക് ഉയർത്തി പിടിച്ച് കൂടിന് ഇതിൻ്റെ വശം ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തൊടണം. അതാണ് റോക്കിയുടെ ആവശ്യം. റോക്കിക്ക് പാൽപ്പായസത്തെക്കാളും എന്തിനേക്കാളും ഇഷ്ടമാണ് ഈ പരിഗണന. ഒന്ന് തൊടുക, നമ്മളവനെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് റോക്കിയുടെ ഏറ്റവും വലിയ ഇഷ്ടം. പിന്നെ മുന്നിലേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന വഴി. ഈ വഴിയിലൂടെയാണ് എൻ്റെ ചെറുതും വലുതുമായ യാത്രകളെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ യാത്ര തുടങ്ങാം. ഉറങ്ങിക്കൊണ്ടിരുന്ന ബ്ലാക്ക്മാൻ യാത്ര പറയാനെത്തി. റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എൻ്റെ യാത്ര. മുന്നോട്ട് വയ്ക്കുന്ന ഒറ്റ കാൽവെപ്പിൽ നിന്നാണ് ആയിരക്കണക്കിന് മൈലുകൾ നീണ്ട യാത്രകൾ പോലും ആരംഭിക്കുന്നത് എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. മുന്നിൽ നീണ്ടു നിവർന്നങ്ങനെ കിടക്കുന്ന വഴിയാണ് യാത്രയുടെ സൗന്ദര്യം. അവ സമാന്തരമായും വക്രമായും എയർപിൻ വളവുകളായും നമ്മെ കാത്തിരിപ്പുണ്ടാവും. പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും പിറകിലുള്ള വിജനമായ ഇടത്ത് രാത്രി ഏറെ വൈകിയ നേരത്ത് എനിക്കായി സംരക്ഷണമൊരുക്കിയ അപരിചിതനായ നായ. ട്രെയിൻ വരുവോളം എൻ്റെ പരിസരത്ത് തന്നെ അവനുണ്ടായിരുന്നു. കുന്താപുരയിലൂടെയാണ് ട്രെയിൻ ഇപ്പോൾ കടന്നു പോകുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോയവർക്കെല്ലാം ഈ കുന്താപുര എന്ന സ്ഥലത്തെക്കുറിച്ച് അറിയാം. കുന്താപുരയിലും ബൈന്ദൂരുമൊക്കെ ഇറങ്ങിയിട്ടാണ് നമ്മൾ മൂകാംബികയിലേക്ക് പോവുക. പ്രത്യേകിച്ച് ട്രെയിനിന് വരുന്ന ആളുകൾ ബൈന്ദൂർ സ്റ്റേഷനിലോ കുന്താപുരയിലോ ഇറങ്ങി മൂകാംബികയിലേക്ക് ബസ്സിനോ ടാക്സിക്കോ പോകാറാണ് പതിവ്. ഇത്രയും ഈ നദിയുടെ തൊട്ട് കരയിൽ ഇത്രയും നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടൽ നമുക്ക് അപൂർവമായിട്ടേ ലഭിക്കുകയുള്ളൂ. പലപ്പോഴും യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അപ്രതീക്ഷിതമായി നല്ല കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് വന്നുപെടുക, നല്ല താമസം ലഭിക്കുക, അതുപോലെ നല്ല ഭക്ഷണം ലഭിക്കുക. ഇതൊക്കെയാണ് ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാൻ കഴിയുക. വടക്കൻ കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് മൂകാംബിക, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. കൂടാതെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം.
അതുപോലെ ഇപ്പോൾ മുരുടേശ്വര ക്ഷേത്രവും വളരെ പേരെടുത്ത് വരുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ്. അവിടെ ഭക്തി എന്നതിനപ്പുറം ടൂറിസം കൂടി രണ്ടും ഇഴചേർന്ന് പോകുന്ന ഒരു ക്ഷേത്രമാണ് മുരുടേശ്വര. മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെ മഹാഗോപുരവും അതിന് മുൻവശത്തുള്ള ബീച്ചും ഒട്ടേറെ സഞ്ചാരികളെ മുരുടേശ്വരത്തേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളിലൊന്നാണ്. കൊല്ലൂർ മൂകാംബിക മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ്. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളെ എത്ര വിശ്വാസത്തോടെയാണോ, എത്ര ആരാധനയോടെയാണോ നാം കാണുന്നത്, അതേ വിശ്വാസത്തോടെയും ആരാധനയോടെയും നാം നോക്കിക്കാണുന്ന, നാം സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. പലപ്പോഴും കുട്ടികളുടെ ചോറൂണിനും ഹരിശ്രീ കുറിക്കുന്നതിനും അതുപോലെ അരങ്ങേറ്റത്തിനുമൊക്കെയായിട്ട് ആളുകൾ കൂടുതലായി പോകുന്ന ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക. ശ്രീ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കുന്ന മഹാക്ഷേത്രങ്ങളിലൊന്നാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ജനലഴിക്ക് പുറത്ത് പിന്തിരിഞ്ഞോടുന്ന ഓരോ ദൃശ്യത്തിനും ഒരു കാൽപ്പനിക ഭാവമുണ്ട്. പ്രകൃതി എന്ന മഹാചിത്രകാരൻ വരച്ചിടുന്ന അനിർവചനീയമായ സൗന്ദര്യമുള്ള ചിത്രങ്ങൾ. അത്യപൂർവമായ ചില സൗഹൃദങ്ങൾക്ക് യാത്രകൾ കാരണമാവാറുണ്ട്. നഗറിലേക്കുള്ള യാത്രയിൽ വെച്ച് പരിചയപ്പെട്ട തൃക്കരിപ്പൂരിൽ നിന്നുള്ള അനീഷ് എനിക്ക് വേണ്ടി അതിമനോഹരമായ ഒരു ഗാനം ആലപിച്ചു. ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ അനുരാഗിണി, ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി, ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. കായലിൽ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ. കായലിൽ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ. നിറമേകും ഒരു വേളയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ മമ മോഹം നീയറിഞ്ഞു, മമ മോഹം നീയറിഞ്ഞു അനുരാഗിണി, ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി, ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് മുന്നിലൂടെ ഒരു കാട്ടുതാറാവിൻ കൂട്ടം ഈ പുഴയിലൂടെ ഇങ്ങനെ നീന്തി തുടിച്ചു പോകുന്നത് ഒരു വരം പോലെ, ഒരു വരദാനമായിട്ട് നമുക്ക് കിട്ടുന്ന അപൂർവമായ ഒരു കാഴ്ചയാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ യാത്രകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ യാത്ര ഒരു ഉപാസനയായി എടുക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് ഇത്തരം ദൃശ്യങ്ങൾ പ്രകൃതി കൊണ്ടുവന്നു തരും. അത്യന്തം ഹൃദയഹാരിയായ ഈ ദൃശ്യം അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ചെറുതായി ഇരുട്ട്, ഏതാണ്ട് 7:45 അടുത്ത് വരുന്ന സമയം, അപ്പോഴേക്കും ഇരുട്ട് മെല്ലെ ഭൂമിയിലേക്ക് നദിയിലേക്കും നദിയുടെ അങ്ങകലെ ദൂരെ കാണുന്ന ആ മലയുടെ മുകളിൽ നിന്ന് ഇരുട്ട് മെല്ലെ ഈ ശ്രീനഗർ നഗരത്തിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച അത് അതിമനോഹരമാണ്. ഇരുട്ടിനോടൊപ്പം നേരിയ തണുപ്പും ഈ ഭൂമികയിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. ദീപങ്ങൾ മെല്ലെ കണ്ണു തുറക്കുന്ന കാഴ്ച അതും സുന്ദരമാണ്. ഭൂമിയിലെ സ്വർഗമായ കാശ്മീരിലെ ഒരു മഞ്ഞുകാല കാഴ്ച ഇങ്ങനെയാണ്. തൂവെള്ള മഞ്ഞിൻ്റെ പട്ടുടയാട ചാർത്തി ആലസ്യത്തിലാണ്ട പ്രകൃതി. ആകാശം നിറയെ പഞ്ഞിക്കെട്ടുകൾ പോലെ വെൺമേഘ ശകലങ്ങൾ ചിതറിക്കിടക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. ശ്രീനഗറിൽ നിന്ന് ദൂതുപത്രിയിലേക്കുള്ള യാത്രയിൽ വഴിയിലെ കാഴ്ചയാണിത്. വന്യ സ്വപ്നം പോലെ ഒരു ദൃശ്യ വിസ്മയം. ഈ ത്രിസന്ധ്യയിലേക്ക് ഇരുട്ടിറങ്ങി വരുന്നതും ആ ഇരുട്ടിലേക്ക് വൈദ്യാലങ്കാരങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്യുന്ന കാഴ്ച അതിസുന്ദരമാണ്. ഇപ്പോൾ ഈ ജലനദിക്കരയിൽ ശ്രീനഗറിൻ്റെ ഇളം തണുപ്പേറ്റുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഒരു സുഖകരമായ ഒരു അനുഭവമാണ്. ദൂരെ വലിയ കെട്ടിടങ്ങൾ അത്രയധികമൊന്നും ഇല്ലെങ്കിലും നല്ല ഹോട്ടലുകളുടെ തലപ്പാവ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. പക്ഷിക്കൂട്ടങ്ങൾ അവയുടെ ആവാസ സ്ഥലങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിച്ചേർന്നതെങ്കിലും ഒരുപാട് കാഴ്ചകളിലേക്കൊന്നും പോയില്ല. ഇന്ന് ഇവിടെ ടൗണിലൂടെ ശ്രീനഗർ നഗരത്തിലൂടെ ചെറുതായി ഒന്ന് കറങ്ങിയെന്നല്ലാതെ പ്രത്യേകിച്ച് കാഴ്ചകളിലേക്കൊന്നും പോയില്ല. ഈ താറാവ് കൂട്ടങ്ങൾ ഇനിയും പോയില്ല. ആ ഭക്ഷണം തേടിക്കൊണ്ടിങ്ങനെ ഇരുട്ടിനെ വകവെക്കാതെ, ഇത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഇരുട്ടിനെ പേടിക്കാതെ വകവെക്കാതെ അവരങ്ങനെ ഭക്ഷണം തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ, ഈ ഓപ്പൺ റെസ്റ്റോറൻറ്റിൻ്റെ കൈവരികളിൽ വൈദ്യുത വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ അതിസുന്ദരമായ ഒരു കാഴ്ചയാണ്. എത്ര നിന്നാലും എത്ര പറഞ്ഞാലും മതിയാവാത്ത തരത്തിലുള്ള ഒരു അസുലഭമായ ഒരു കാഴ്ച, ഒരു മുഹൂർത്തം. യാത്രകൾ നമ്മുടെ മനസ്സിലേക്ക് ഒരല്പം കുളിര് കോരിയിടുന്നെങ്കിൽ അതുതന്നെയാണ് ആ യാത്രയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പല യാത്രകളും നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ, വ്യത്യസ്തങ്ങളായ ആളുകളെ, വ്യത്യസ്തങ്ങളായ സംസ്കാരത്തെ, വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളെ നമുക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഒരു ആലിപ്പഴം പോലെ ചിലപ്പോൾ നമ്മുടെ മുന്നിലേക്ക് പൊട്ടിയടർന്ന് വീഴുന്ന കാഴ്ച പലപ്പോഴും കാണാറുണ്ട്. അതുതന്നെയാണ് ഒരു യാത്രയുടെ ഏറ്റവും വലിയ വിജയമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. വ്യത്യസ്തമായ ഒരു ആഖ്യാന രീതിയാണ് ഇവിടെ പരീക്ഷിച്ചിട്ടുള്ളത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. തുടർന്നങ്ങോട്ടുമുള്ള എല്ലാ എപ്പിസോഡുകളിലും മുഴുവൻ ആളുകളുടെയും സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും വിട. എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.